റിയാസ്, മറ്റൊരു വിഷയത്തിലും പ്രതികരണം ആവശ്യമുണ്ട്, വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ അഴിമതി വിരുദ്ധ ജനസദസ്സ് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. റിയാസ്, AI ക്യാമറ വിവാദം ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അഴിമതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇതിൽ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത്? അഴിമതി വിരുദ്ധ ജനസദസ്സ് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ഫിജി, പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായാലും നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് ദിവസേന എന്നോണം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് പലപ്പോഴും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് അത് പൊതുജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇന്ന് നടത്തുന്ന അഴിമതി വിരുദ്ധ ജനസദസ്സിന്റെ ഉദ്ദേശം. ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു സദസ്സ് സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നടത്തുന്നത്. അത് തിരുവനന്തപുരത്ത് KPCC അധ്യക്ഷൻ K സുധാകരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എറണാകുളത്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ആ ഒരു സമരത്തിന്റെ നേതൃത്വം നൽകുന്നത് UDF കൺവീനർ MM ഹസനാണ്. ഇന്ന് വൈകുന്നേരങ്ങളിലാണ് 140 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. അതിന്റെ പ്രധാനമായ ഉദ്ദേശം സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനവികാരം സർക്കാരിനെതിരാക്കി മാറ്റുക എന്നുള്ളതുമാണ്. മാത്രമല്ല, ഈ രണ്ട് നേതാക്കൾ, മുൻ പ്രതിപക്ഷ നേതാവും നിലവിലെ പ്രതിപക്ഷ നേതാവും ഉന്നയിക്കുന്ന AI ക്യാമറ വിഷയമടക്കമുള്ള വിവിധ പദ്ധതികളിലെ അഴിമതികൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിയോ മറ്റ് സർക്കാർ സംവിധാനങ്ങളോ മന്ത്രിമാരോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുകൂടി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അത് കൂടുതലായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു അഴിമതി വിരുദ്ധ ജനസദസ്സിന്റെ ഉദ്ദേശം. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ശക്തമായ ഒരു പ്രതിഷേധ സമര പരിപാടികളിലേക്ക് കൂടുതലായി കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ ജനസദസ്സിന്റെ ഒരു കാര്യം എന്നുള്ളത്. അതായത് കോൺഗ്രസ് കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു ആദ്യഘട്ടമായി ഇന്നത്തെ ഈ ഒരു അഴിമതി വിരുദ്ധ ജനസദസ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മണിപ്പൂർ ഐക്യദാർഢ്യ സദസ്സ് ഈ മാസം 24-ന് നടക്കുന്നു. വിവിധങ്ങളായ ഒരു പരിപാടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും അടക്കമെതിരെയുള്ളവർക്കെതിരെ സർക്കാർ കേസെടുക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. മോൻസൺ മാവുങ്കലുമായുള്ള ബന്ധത്തിന്റെ പേരിൽ KPCC പ്രസിഡന്റ് K സുധാകരനെതിരെ കേസെടുക്കുന്നു. ഈ കേസുകളെല്ലാം കള്ളക്കേസുകളാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതും കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇന്നത്തെ പരിപാടിക്കുള്ളത്. ഫിജി, റിയാസ്, AI ക്യാമറ വിഷയത്തിൽ ഉൾപ്പെടെ കോടതിയിലേക്ക് നീങ്ങുന്നുണ്ട് കോൺഗ്രസ് പ്രതിപക്ഷം. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായും ഇപ്പോൾ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, ജനസദസ്സ് സംഘടിപ്പിക്കുന്നു. രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള ശ്രമത്തിലാണോ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ പ്രതിപക്ഷമുള്ളത്? ഫിജി, തീർച്ചയായും നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുള്ള അഴിമതി ആരോപണങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറം ഒരു പടി കൂടി കടന്ന്, കാരണം അത്തരമൊരു അഴിമതി ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെ സർക്കാർ പ്രതിരോധിക്കുന്നത് കേസെടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് കോൺഗ്രസ് പറയുന്നത് ഈ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് VD സതീശനെതിരെയും K സുധാകരനെതിരെയും എല്ലാം കേസെടുത്തും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഴിമതി മറച്ചു പിടിക്കാനാണ് എന്നുള്ളതാണ്. ഈ കാര്യം കൂടുതലായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. അതായത് ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി നൽകുന്നു, അതുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. അതായത് നിയമ പോരാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയപരമായ പോരാട്ടം, നിയമപരമായും രാഷ്ട്രീയപരമായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂടുതൽ ജനവികാരം സർക്കാരിനെതിരാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുവഴി പ്രത്യേകിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുൾപ്പെടെ കൂടുതൽ ജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യവും കോൺഗ്രസിനുണ്ട്. ഫിജി, ശരി റിയാസ്.